ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ വെക്കേഷനിൽ +1 ടോപ്പിക്സിൽ നീറ്റ് നല്ല രീതിയിലൊന്ന് കവർ ആക്കണം. അതൊരു ചലഞ്ചായിട്ട് ചെയ്യണം. എൻ്റെ അടുത്ത് ചലഞ്ച് ആക്കാൻ പറഞ്ഞത് കുറച്ച് പേര് തന്നെയാണ്. കാര്യം ഞാൻ കിങ്സ് 11-ലായിരുന്നു. എനിക്ക് കുറച്ച് മാസത്തെ ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫുള്ളൊന്ന് റിവൈസ് ആക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതെല്ലാം റിവൈസ് ആക്കണം എന്നാണ്. അപ്പോൾ ഞാൻ വെക്കേഷൻ ഇത് കവർ ആക്കുമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഞാൻ ചോദിച്ചു ഇതൊരു ചലഞ്ച് പോലെ ചെയ്യാവോ. ഞാൻ പോളിട്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് മിക്കവരും എനിക്ക് തോന്നുന്നൊരു 70% എബോവ് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇത് നല്ലതായിരിക്കും, അതിനൊരു ചലഞ്ച് പോലെ വേണം എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ +1 എന്തോ ആയിരുന്നു കേട്ടെ. നിങ്ങൾ ചിലപ്പോൾ +1 നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ കുറച്ചുകൂടി റിവിഷൻ വേണമായിരിക്കും. ചിലപ്പോൾ കുറേ ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടാവും, കുറേയൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കാം, നമ്മൾ ഒന്നും ചെയ്യാതെ പോയിട്ടില്ല. അപ്പോൾ +1 നമ്മൾ നീറ്റ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് എങ്ങനെയാണ് വായിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ GIB പോലെയുള്ള ഓഫ്ലൈൻ എക്സാംസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ എക്സാം ഹാളിൽ എങ്ങനെയാണ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്, അതങ്ങനെ ഓഫ്ലൈനിൽ നമ്മൾ ടെൻഷൻ മാനേജ് ചെയ്യാം, ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓക്കെ ആക്കിയതാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പ്രിപ്പറേഷന് അത്ര സീൻ വരത്തില്ല. നമുക്കിനി ഏകദേശം 2026 എഴുതാൻ പോകുന്നവർക്കാണെങ്കിൽ 13 മാസം കാണും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻലി ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സൂപ്പർ കിങ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഈ വരുന്ന 3rd വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇതൊന്ന് നാളെ തൊട്ട് ഞങ്ങൾക്ക് ബേസിക്സിൻ്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇത് റിവീസ് ആക്കാമെന്ന് വിചാരിക്കുന്നതും. അതിൻ്റെ മെയിനായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തവണ ഒരുപാട് പേര് ഡ്രീം ലാബ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, അതായത് ഈ ബേസിക്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് യൂട്യൂബിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഏതൊരു പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബേസ് ക്ലിയർ ആക്കാൻ നോക്കുക. കാര്യം ഇതേപോലത്തെ ഒരു കോമ്പറ്റീഷൻ എക്സാംസിന് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. ബേസ് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിങ് ആണെങ്കിലും അതുപോലെ കറക്റ്റ് രീതിയിൽ നമുക്ക് എഴുതാൻ. ഇനി എൻ്റെ സബ്ജക്റ്റ് വൈസ് ഞാൻ ഒരു കാര്യം പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ബയോളജി അത്ര സീനുള്ളതല്ല. എന്ന് വെച്ചാൽ സീനുള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആണെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, പക്ഷേ അത്യാവശ്യം ടെക്സ്റ്റ് വായിച്ച് ക്ലാസ് കാണുമ്പോൾ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാറുള്ളൊരു സംഭവമാണ്. പിന്നുള്ളത് ഫിസിക്സും എന്നെക്കൊണ്ട് അത്ര സീനൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ക്ലാസ് കാണാൻ ഇഷ്ടമുള്ളതാണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. പക്ഷെ എന്നെക്കൊണ്ട് എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ളതും എന്നെക്കൊണ്ട് അത്ര ഹാൻഡിലാക്കാൻ പറ്റാത്തതും കെമിസ്ട്രിയാണ്. ഞാൻ ഇത് നീറ്റിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. കെമിസ്ട്രിയാണ് എന്നെക്കൊണ്ട് പറ്റാത്തത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കെമിസ്ട്രി എന്തായാലും ആദ്യമേ നോക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം നമ്മൾ ടഫ് സബ്ജക്റ്റ് വേണം തുടങ്ങാൻ. പക്ഷേ ഇപ്പോൾ ഈ ഒരു പബ്ലിക് എക്സാം ഒക്കെ നടന്നിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു, നല്ല ഹാർഡ് വർക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിന് തുടങ്ങി ആ ട്രാക്കിലോട്ട് എത്താൻ കുറച്ച് എളുപ്പമായിരിക്കും. ഞാൻ 2ാം തീയതി തൊട്ട് 8ാം തീയതി വരെ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരു 5 ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം. എൻ്റെ ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സ് തന്നെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചാപ്റ്റേഴ്സ് ഇത് പറയുന്നില്ല, കാര്യം അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ചെയ്യുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം, ഞാൻ എന്തായാലും വെയിറ്റിനൊരു വീഡിയോ ചെയ്യും. അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു വീക്കിൽ എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോയി എന്നുള്ളത് ഞാൻ അതിൻ്റെ അകത്ത് പറയാം. അപ്പോൾ എന്നെക്കൊണ്ട് ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളതും പറയാം. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവരെല്ലാം കണ്ടിന്യൂ ആക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റം വരുത്താം. ഞാൻ ഇതിൻ്റെ അകത്ത് അല്ലാതെ ചലഞ്ചായിട്ടൊന്നും അല്ല സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ പഠിക്കുന്ന കാര്യം ഞാൻ പറയുന്നു, ഞാൻ ഇങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നു. അപ്പോൾ അത് ഓക്കെ ആവുന്നവർക്ക് ചെയ്യാം. നിങ്ങളുടേതായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നെങ്കിൽ അങ്ങനെ മാറ്റാം. കാര്യം ഓരോരുത്തരും ഡിഫറെൻ്റ് ആണല്ലോ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ ആവുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ